നമസ്കാരം. ഹോട്ട് ടോക്ക് മീഡിയ വൺ അവതരിപ്പിക്കുന്ന ആശയ സംവാദം. ഇന്നത്തെ തലക്കെട്ട് മതമൗലികവാദം. കേരളത്തിൽ ഏതാണ്ട് 4 പതിറ്റാണ്ടായി ഈ വിഷയത്തിൽ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന, പത്രത്താളുകളിലൂടെ പലപ്പോഴും നേർക്കുനേരെ ഏറ്റുമുട്ടിയ 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. ഒന്ന് ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ, മതമൗലികവാദത്തിൻ്റെ ശക്തനായ എതിരാളി, സെക്കുലറിസത്തിൻ്റെ പോരാളി, ദൈവത്തിൻ്റെ രാഷ്ട്രീയം ഉൾപ്പെടെ 20ഓളം കൃതികളുടെ കർത്താവ്. 2 ശ്രീ ഒ അബ്ദുറഹ്മാൻ, മതത്തെ വ്യക്തിജീവിതത്തിൻ്റെ മാത്രമല്ല സാമൂഹിക ജീവിതത്തിൻ്റെയും അടിത്തറയായി കാണുന്ന, ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളെ ബുദ്ധിപരമായി ചെറുക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വാഗ്മി, യുക്തിവാദികളും ഇസ്ലാമും തുടങ്ങി 10ഓളം കൃതികളുടെ കർത്താവ്, മാധ്യമം പത്രാധിപർ. സ്വാഗതം ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ, ശ്രീ ഒ അബ്ദുറഹ്മാൻ. ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ, മതമൗലികവാദത്തെപ്പറ്റി ഏറെ എഴുതിയിട്ടുള്ള ഒരു ആളാണ് താങ്കൾ. യഥാർത്ഥത്തിൽ മതമൗലികവാദം എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മതമൗലികവാദം തികച്ചും ആധുനികമായ ഒരു പ്രതിഭാസമാണ്. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് മതമൗലികവാദം നേരത്തെ നിലവിലുള്ള ഒന്നാണ് എന്ന്. അതിന് ഏറി വന്നാൽ ഒരു നൂറ്റാണ്ടിന് പഴക്കമേ ഉള്ളൂ. സെക്യുലർ മോഡേണിറ്റിക്കെതിരെ, മതനിരപേക്ഷ ആധുനികതയ്ക്കെതിരെ ഉയർന്നു വന്ന ഒരു പ്രതിഭാസമാണത്. അതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നമുക്ക് സൗകര്യത്തിന് മതമൗലികവാദത്തെ അല്ലെങ്കിൽ റിലീജിയസ് ഫണ്ടമെൻ്റലിസത്തെ പോസ്റ്റ് എൻലൈറ്റൻമെൻറ്റ് പ്രതിഭാസം എന്ന് വിളിക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായിട്ട് ഫണ്ടമെൻ്റലിസം ഇന്ന് നാം വ്യവഹരിക്കുന്ന ഈ പ്രതിഭാസം ഉയർന്നു വരുന്നത് ആദ്യം അമേരിക്കയിലാണ്. അമേരിക്കയിലെ പ്രോട്ടസ്റ്റൻ്റ് ക്രൈസ്തവർക്കിടയിലാണ് റിലീജിയസ് ഫണ്ടമെൻ്റലിസം ആദ്യമായിട്ട് തലവെക്കുന്നത്. ശാസ്ത്രബോധത്തെയും ശാസ്ത്രചിന്തയെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി മതത്തിൻ്റെ മൂലതത്വങ്ങളിലേക്ക് അല്ലെങ്കിൽ മതത്തിൻ്റെ ഫണ്ടമെൻ്റൽസിലേക്ക് തിരിച്ചു പോകണം എന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വന്നു. ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതമൗലികവാദം, ഫണ്ടമെൻ്റലിസം എന്ന പദം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിന് ക്രൈസ്തവ യൂറോപ്പുമായി അല്ലെങ്കിൽ അമേരിക്കൻ ക്രൈസ്തവതയുമായി അതിന് ബന്ധമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ മതമൗലികവാദത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിൽ ഇന്ത്യയിലെ മതമൗലികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ആരാണ്, ഏതാണ്? ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഞാൻ പറഞ്ഞല്ലോ, മതേതര ആധുനികതയ്ക്കെതിരെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനമാണിത്. അത് ഇന്ത്യയിലേക്ക് ഉയർന്നു വന്ന, ഇന്ത്യയിൽ അത് നാമ്പെടുത്തപ്പോഴും ഈജിപ്തിൽ നാമ്പെടുത്തപ്പോഴും ഒക്കെ ഈ ഒരു മതേതര ആധുനികക്കെതിരെ അല്ലെങ്കിൽ മതനിരപേക്ഷ സംസ്കാരത്തിനെതിരെയുള്ള കാഴ്ചപ്പാടാണ് മതമൗലികവാദികൾ മുന്നോട്ട് വെച്ചത്. അമേരിക്കയിൽ പ്രൊട്ടസ്റ്റന്റുകളായിരുന്നു മതമൗലികവാദികൾ. ഇന്ത്യയിൽ ആരാണ് ഇപ്പോഴുള്ള മതമൗലികവാദികൾ? ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കിടയിൽ മതമൗലികവാദികളുണ്ട്, മുസ്ലിങ്ങൾക്കിടയിലുണ്ട്, ക്രൈസ്തവർക്കിടയിലുണ്ട്, സിഖുകാർക്കിടയിലുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ, ഹിന്ദുക്കൾക്കിടയിൽ, ക്രൈസ്തവർക്കിടയിലുള്ള മതമൗലികവാദ സംഘടനകൾ ഏതാണ് എന്നതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം? ഹിന്ദുക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മതമൗലികവാദ പ്രസ്ഥാനം RSS ആണ്. മുസ്ലിങ്ങൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ക്രൈസ്തവർക്കിടയിൽ അതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഇന്ത്യയിലില്ല. ശ്രീ ഒ അബ്ദുറഹ്മാൻ, മതമൗലികവാദത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അമേരിക്കയിലാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ പറയുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം യഥാർത്ഥത്തിൽ യൂറോപ്പിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് എങ്കിലും ഇന്ത്യയിലെ മതമൗലികവാദ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദു മതത്തിലാണെങ്കിൽ RSS, മുസ്ലിം മതവിഭാഗത്തിലാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനെയാണ്. മതമൗലികവാദത്തെ സംബന്ധിച്ചും ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ മതമൗലികവാദത്തെ സംബന്ധിച്ചും ഇന്ത്യയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന് രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ ഉദാഹരണങ്ങൾ ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ക്രിസ്തുമത വിശ്വാസികൾ തന്നെ വ്യതിചലിച്ചു. അവർ പലതും അത് ഉപേക്ഷിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ കുരിശുമരണം, ത്രിത്വവാദം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആ ബൈബിളിലെ അപ്രമാദിത്വം അംഗീകരിക്കാത്ത വലിയൊരു ജനവിഭാഗം വന്നു. അപ്പോൾ അവരെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നടന്ന ഒരു ശ്രമത്തിനാണ് ഫണ്ടമെൻ്റലിസം എന്ന് പേരിട്ടത്. ആ അർത്ഥത്തിൽ
ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം സംഘടിതമായി ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടായിട്ടില്ല. പിന്നീട് ഉണ്ടായത് എന്താണ്? സെക്യുലറിസത്തിന് വിരുദ്ധമായി ചിന്തിച്ച പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെയാണ് ഇന്ന് പൊതുവെ മതമൗലികവാദികൾ എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഈ RSS അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ കുറിച്ച ചർച്ച പ്രസക്തമാവുന്നത്. പക്ഷേ മൗലികമായി എനിക്ക് ഈ കാര്യത്തിലുള്ള ഒരു യോജിപ്പ്, RSSനെ കുറിച്ച് മറ്റെന്തെല്ലാം പറഞ്ഞാലും ശരി, അതൊരു മതസംഘടനയല്ല. മതവുമായി അതിനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല. അത് തീർത്തും ഒരു തീവ്ര ഹിന്ദുത്വ ദേശീയ സംഘടനയാണ്. അവർ അവകാശപ്പെടുന്നതും അതേ. ഔദ്യോഗികമായി തന്നെ പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഹിന്ദുത്വത്തെ പറ്റിയുള്ള ഒരു പരാമർശം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ബാൽ താക്കറെയും കൂട്ടുകാരും ഹിന്ദു മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു എന്നതൊരു പ്രശ്നമായി വന്നപ്പോൾ സുപ്രീം കോടതിയിലെ മുമ്പിലെത്തി. സുപ്രീം കോടതി ഒടുവിൽ വിധി കൽപ്പിച്ചത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു സംസ്കാരം എന്നൊക്കെയാണ്. പൂർണ്ണമായും അതിനോട് യോജിച്ചാലും ഇല്ലെങ്കിലും പശ്ചാത്തലം നോക്കിയാൽ ഇന്ത്യയിൽ ഉണ്ടായ എന്തിനെക്കുറിച്ചും അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ചിന്ത, അത് അല്ല എന്നതുകൊണ്ട് ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും നേരെയുള്ള അസഹിഷ്ണുത അതിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും തന്നെ ഈശ്വരനിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഒരാൾക്ക് RSSകാരനാണ്. ഇപ്പോൾ പോലും BJPയിൽ പല ആളുകളും ദൈവവിശ്വാസികളോ ക്ഷേത്രവിശ്വാസികളോ ഒന്നുമല്ല. എന്താണ് അവർ ഊന്നുന്നത് വെച്ചാൽ കഠിനമായ തീവ്രമായ ദേശീയതാ ബോധത്തിലാണ്, ഹിന്ദുത്വ ദേശീയതയിലാണ് ഊന്നുന്നത്. ഇതിനെ ഒരു മതമൗലികവാദമായിട്ട് വിവരിക്കാമോ ചിത്രീകരിക്കാമോ എന്ന കാര്യത്തിൽ എനിക്ക് ശക്തമായ വിയോജിപ്പ് തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പശ്ചാത്തലം തികച്ചും വ്യത്യസ്തമാണ്. അത് ഇസ്ലാമിനെ ആദ്യമേ തന്നെ ഒരു മതമായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. ഒരു സാമ്പ്രദായിക മതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജീവിത ദർശനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സയ്യിദ് അബ്ദുൽ ആല മൗദൂദി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതും 941 ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയോട് ഒരാൾക്ക് 100% യോജിക്കാം. പക്ഷേ അത് മതമൗലികവാദ സംഘടനയാണ് എന്ന അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണവും പ്രസക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാം ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ് എന്ന് അവകാശപ്പെടുന്നത് തന്നെ ഒരു മതമൗലികവാദമാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലോ, മതമൗലികവാദം എന്ന് പറഞ്ഞാൽ മതവുമായിട്ടാണ് നല്ല ബന്ധം ഉണ്ടാവേണ്ടത്. ഇസ്ലാമിനെ ആണ് അവതരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയ, പേരല്ല സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിക സംഘടന എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ഇസ്ലാമിനെയാണ് അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം അത് മതമൗലികവാദമായി സംഘടന ആയിത്തീരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അത് സാമ്പ്രദായിക മതമായി കാണുന്നേയില്ല. എന്നിട്ട് അദ്ദേഹം അത് വളരെ ലളിതമായി മൗദൂദി അതിനെ വിവരിച്ചത്, ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ ബ്രാഹ്മണനായി ജനിക്കുന്ന പോലെ അല്ലെങ്കിൽ ശൂദ്രൻ്റെ പുത്രൻ ശൂദ്രനായി ജനിക്കുന്ന പോലെ മുസ്ലിം കുടുംബത്തിൽ പിറന്നുപോയി എന്ന കാരണത്താൽ മാത്രം ഒരാൾ മുസ്ലിമായി തീരുന്നില്ല. ചില പ്രത്യേക തത്വങ്ങളും സിദ്ധാന്തങ്ങളും അയാൾ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത് എന്നാണല്ലോ അതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് തന്നെ ഒരു സമ്പൂർണ്ണ ജീവിത ദർശനമായിട്ടാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. മതവും രാഷ്ട്രവും രണ്ടാണെന്ന കാഴ്ചപ്പാട് അംഗീകരിക്കുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഒരിടത്തുമില്ല എന്ന് താങ്കൾ ദൈവത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എഴുതുന്നുണ്ട്. അതായത് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഒരു അടയാളം അവർ മതവും രാഷ്ട്രവും ഒന്നാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ മതത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു എന്നതാണ്. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, എൻ്റെ ചോദ്യം, മതവും രാഷ്ട്രീയവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന ആളുകൾ കുറേ അധികമുണ്ട് ലോകത്ത്. വലിയ വലിയ മഹാന്മാരുണ്ട്. മൗലാന അബുൽ കലാം ആസാദ്, മഹാനായ ഗാന്ധിജി തുടങ്ങിയ ആളുകൾ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി പറഞ്ഞിട്ടുള്ളവരാണ്, പരാമർശിച്ചിട്ടുള്ളവരാണ്. മതേതരമായ ഒരു രാഷ്ട്രീയമേ എനിക്കില്ല എന്ന് മഹാനായ ഗാന്ധിജി പ്രസ്താവിച്ചിട്ടുണ്ട്. ഹുക്കൂമത്തെ ഹിലാഹി, ദൈവിക ഭരണം എന്നത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ശക്തമായ ഒരാശയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതി തന്നെ ആ വിഷയത്തിലുണ്ട്. ലോകത്തുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിനെ വിട്ട് മറ്റു മതങ്ങളിലേക്ക് വരുമ്പോഴും ഗാന്ധിജിയെപ്പോലുള്ള ആളുകളും മതത്തിന് രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധത്തെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയമുണ്ട് മതത്തിൽ അല്ലെങ്കിൽ മതവും രാഷ്ട്രവും അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുന്നത് മതമൗലികവാദമാണെങ്കിൽ ഗാന്ധിജിയും അതുപോലെ തന്നെ അബുൽ കലാം ആസാദും മതമൗലികവാദികളായിരുന്നു.
ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതം ഒരു മതമല്ല എന്നാണ് കോടതി തന്നെ പറയുന്നത്. അതുകൊണ്ട് RSSനെ നമുക്ക് ഒരു മതമൗലികവാദ പ്രസ്ഥാനമായിട്ട് കാണാൻ പാടില്ല, അത് ശരിയാവില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിന്ദുമതത്തെ ഇന്ന് നാം ഹിന്ദുമതം എന്ന് വ്യവഹരിക്കുന്ന ഒന്നിന് പലപ്പോഴും RSSും അതുപോലെ സമാന ചിന്താഗതിക്കാരും അതൊരു മതമല്ല എന്ന് പറയാറുണ്ട്. അതൊരു സംസ്കാരമാണ്, ഒരു വിചാര രീതിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ 19-ാം നൂറ്റാണ്ട് തൊട്ട് ഇന്ത്യയിൽ നടന്നു വരുന്നത് ഹൈന്ദവ മൗലികവാദികൾ എന്ന് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇന്ന് നാം പലരെയും വിക്ഷേപിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസം ഉണ്ടാക്കുകയാണ്. ഇത് റൂമില താപ്പറിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസം നേരത്തെ ഇല്ലാത്തതാണ്, ശരിയാ. ഇസ്ലാമിനെ പോലെയോ ക്രിസ്തുമതത്തെ പോലെയോ ഉള്ള ഒരു പ്രത്യേക മതഗ്രന്ഥം, ഒരു പ്രത്യേക മതപ്രവാചകൻ, അതൊന്നും ഹിന്ദുമതത്തിനില്ല. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ, ഒരു മതഗ്രന്ഥം ഉണ്ടാക്കാൻ, പ്രവാചകൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയില്ല. പക്ഷേ ഇസ്ലാമിനെ പോലെ അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളെപ്പോലെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടുണ്ടാക്കുക, എന്നിട്ട് ഇസ്ലാമിനെ പോലെയും ക്രിസ്തുമതത്തെ പോലെയും സംഘടിത മതമാക്കി തീർക്കുവാനുള്ള ശ്രമം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം തൊട്ടെങ്കിലും ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട്. അതിനെയാണ് സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഇന്ന് RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ എന്ന ദർശനം എന്ന് പറയുന്നത് അതാണ്, ഈ സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസമാണ്. ഈ സിൻഡിക്കേറ്റഡ് ഹിന്ദുയിസത്തിന് ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പമുണ്ട്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ക്രൈസ്തവ ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് ഒരു ക്രൈസ്തവ രാജ്യ സങ്കല്പമുണ്ട്. അതായത് രാഷ്ട്രീയത്തെ അവർ മതവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അത് ഏറ്റവും ശക്തമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഇസ്ലാമി അകത്ത്, മുസ്ലിങ്ങൾക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളായിരിക്കാം. പക്ഷേ RSSും അതുപോലെ തന്നെ ക്രൈസ്തവ മതമൗലികവാദികളും അവരുടേതായ രാഷ്ട്രസങ്കല്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്നു. ഗാന്ധിജി എപ്പോഴെങ്കിലും ആദ്യത്തിൽ അബദ്ധവശാലോ മറ്റോ പറഞ്ഞു പോയ ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മതമുക്തമായ രാഷ്ട്രീയം മരണതുല്യമാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു.